ഹായ് ഹോൾ, വെൽക്കം ടു പ്രൈവറ്റ് മലയാളം. നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് ഒന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. കഴിഞ്ഞ 2 ദിവസമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നമ്മുടെ അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ആഴ്ച ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 1 ഡേ ടൈം ഫ്രെയിമിലാണ്. നമുക്ക് ആദ്യം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. നിലവിൽ നിയറസ്റ്റ് സപ്പോർട്ടാണ് മാർക്ക് ചെയ്യുന്നത്. മാർക്കറ്റ് നിൽക്കുന്നതിൻ്റെ നിയറസ്റ്റ് സപ്പോർട്ടാണ് മാർക്ക് ചെയ്യുന്നത്. മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഓൾ ടൈം ഹൈ ആണ്. ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, നോക്കിയാൽ കാണാം പ്രീവിയസ് ഓൾ ടൈം ഹൈ ഇവിടെ കാണുന്നുണ്ട്. ഈ പ്രീവിയസ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിൽ നിന്ന് താഴത്തേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഇത്തിരി കുറവാണ്. ഇനി ഇന്നത്തെ ഡേ ക്യാൻഡിൽ വെച്ചിട്ടൊരു പ്രൊഡിക്ഷൻ ആദ്യം നോക്കാം. ഡേ ക്യാൻഡിൽ ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് താഴത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്ത്, മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ പൊസിഷനിൽ ഓപ്പൺ ചെയ്ത് എന്നിട്ട് താഴത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. താഴോട്ട് വന്ന് ഇപ്പോൾ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ക്യാൻഡിലിൻ്റെ ഓപ്പണിലാണ് നിൽക്കുന്നത്. മാർക്കറ്റ് മിനിഞ്ഞാന്നത്തെ ഓപ്പണിൽ നിന്ന് കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് അതിൻ്റെ ക്ലോസ് അല്ല, അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി താഴോട്ട് എക്സ്പെക്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു FEG ഇംബാലൻസ് എടുക്കുന്നുണ്ട്. ആ ഇംബാലൻസ് ഫില്ല് ചെയ്ത് മുകളിലോട്ട് പോകാനാണ് സാധ്യത. മാത്രമല്ല, ഇംബാലൻസ് നോക്കുമ്പോൾ തന്നെ കാണാം ഇവിടെ ഇതൊരു സപ്പോർട്ട് ഏരിയയും കൂടിയാണ്. ഒരു സപ്പോർട്ട് ലൈൻ കടന്നു പോകുന്നത് 1, 2 മൾട്ടിപ്പിൾ ടൈം അവിടെ ചെന്ന് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സപ്പോർട്ട് ഏരിയയും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു സപ്പോർട്ട് സോണും അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോണും അവിടെ ഉണ്ട്. അപ്പോൾ മിക്കവാറും പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാൻഡിൽ താഴോട്ടേക്ക് വന്ന്, അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ താഴോട്ട് വന്ന് ഈ ഇംബാലൻസ് എടുത്ത് ഇവിടെ നിന്ന് ഇപ്പം നേരത്തെ വരച്ച ഈ ലൈനിൽ നിന്ന് മുകളിലോട്ട് പോകാനാണ് സാധ്യത കാണുന്നത്. അപ്പോൾ ബൈ സൈഡ് തന്നെയാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ ഇന്നൊരു ദിവസം മിക്കവാറും സെല്ലിലേക്ക് പോകേണ്ടി വരും, താഴോട്ടേക്ക് പോകേണ്ടി വരും. ഈ വീക്ക് മിക്കവാറും താഴോട്ടേക്ക് ഇന്നോ അല്ലെങ്കിൽ നാളെ ഒരു ക്യാൻഡിൽ താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടെ നിന്ന് സപ്പോർട്ട് കൊടുത്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ കാണുന്നുണ്ട്. അപ്പം ഇതൊക്കെ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. ഫോർവേഡ്സിലേക്കാണ് മാറ്റുന്നത്. ഫോർവേഡ്സിൽ മാറ്റുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം എന്താണ്, ഇവിടെ ഒരു ഇംബാലൻസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇവിടെ ഇതൊരു സപ്പോർട്ട് സോണ് അല്ലെങ്കിൽ ഡിമാൻഡ് സോണാണ് ഇതുള്ളത്. അപ്പോൾ ഈ ഡിമാൻഡ് സോണിലേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നോക്കിയാൽ കാണാം ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിട്ടുണ്ട്. താഴത്തേക്ക് ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിട്ടുണ്ട്. താഴത്തേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. എന്നാൽ പോലും ഈ ഒരു ഏരിയയിൽ ഒരു സപ്പോർട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊന്ന് ബ്രേക്ക് ചെയ്തിട്ട്, ഈ സപ്പോർട്ട് സോണിലൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ കാണുന്ന ഇംബാലൻസ് എടുത്ത് ഈ താഴെയുള്ള സപ്പോർട്ടിലൊന്ന് ടച്ച് ചെയ്ത് ഒന്ന് മുകളിലോട്ട് പോകാനായിരിക്കും കൂടുതൽ സാധ്യത. മിക്കവാറും ഈ നിൽപ്പ് കണ്ടിട്ട് മിക്കവാറും ഇന്ന് തന്നെയാണ് സാധ്യത കാണുന്നത്. കാരണം ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 24-15 ഈ പറഞ്ഞ FEG അല്ലെങ്കിൽ ഇംബാലൻസും അതുപോലെ തന്നെ സപ്പോർട്ട് സോണും നിൽക്കുന്നത് 2400 ഡബിൾ സീറോയിലാണ് നിൽക്കുന്നത്. അപ്പോൾ വലിയൊരു വ്യത്യാസമില്ലാതെ ഇന്ന് തന്നെ ഇത് സംഭവിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. നമുക്കത് ഇനി എൻട്രി നോക്കാം. എൻട്രി നോക്കുന്ന സമയത്ത് ഏറെക്കുറെ നമ്മൾ പ്രതീക്ഷിച്ച ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാൻ തന്നെയാണ് നിവൃത്തിയുള്ളൂ. 1 അവറിലേക്കാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏറെക്കുറെ പ്രതീക്ഷിച്ച ഏരിയയിൽ തന്നെ എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി താഴോട്ട് നമുക്ക് എൻട്രി വെക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ടച്ച് ചെയ്ത് പോകണമെങ്കിൽ ഞാൻ ഇംബാലൻസ് കുറച്ചുകൂടി താഴത്തേക്ക് വെക്കുന്നുണ്ട്. ഈ ഒരു ലെവലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. 1 അവറിൽ വെക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇനി 50 മിനിറ്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള
കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഏറെക്കുറെ നമുക്കവിടെ വ്യക്തമാകുന്നുണ്ട്. കുറച്ചുകൂടി താഴോട്ട് വയ്ക്കുകയാണ്. 50 മിനിറ്റ്സ് വരുമ്പോൾ കുറച്ചുകൂടി താഴോട്ട് വയ്ക്കുകയാണ്. കുറച്ചുകൂടി താഴോട്ട് വെച്ചിട്ട് ഞാൻ ഇത്തിരി താഴോട്ടേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിലേക്കാണ് ഞാനിപ്പോൾ വെക്കുന്നത്. അപ്പോൾ മിക്കവാറും സംഭവിക്കാൻ സാധ്യത ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞ് ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് വരുന്നത്. വെക്കാതെ നിവർത്തിയില്ല. കാരണം ഏരിയ അത്രയും വൈഡ് ആയതുകൊണ്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിനിമം എനിക്ക് ഇവിടെ വരെ വയ്ക്കാം. 1:4 എന്നുള്ള രീതിയിലേക്ക് മിനിമം ഇവിടെ വരെ വയ്ക്കാം. ഇവിടെ ഇത് ബ്രേക്ക് ചെയ്ത് പോവാണ്. ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മുകളിലേക്ക് ഉയർത്തി വയ്ക്കാം. അത് ഞാൻ കാണുന്നത് ഇവിടം വരെയാണ്. 53 എന്ന് വെച്ചാൽ 530 പിപ്പോളാണ് കാണുന്നത്. ചിലപ്പോൾ ഇന്ന് ട്രാവൽ ചെയ്തൊന്നും വരില്ല. നാളെയും കൂടി സമയം എടുക്കായിരിക്കും. പക്ഷെ വരവ് കണ്ടു കഴിഞ്ഞിട്ട് മാർക്കറ്റ് നോക്കിയാൽ കാണാം താഴോട്ട് ഷിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ ഒരു സഡൻ മൂവ്മെന്റിന് സാധ്യത വളരെ കൂടുതലാണ്. അത് സാധ്യത എപ്പോ അല്ലെങ്കിൽ ഉണ്ടാവാനുള്ള എന്തെങ്കിലും ന്യൂസോ മറ്റോ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇന്ന് കാലത്തുള്ള ന്യൂസുകൾ എന്ന് പറയുന്നത് കാര്യമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നതല്ല ഗോൾഡിന്. ഒരു 11:30 CPI ഉണ്ട്. പൗണ്ടിലാണ്. അപ്പോൾ അതിൽ കാര്യമായിട്ട് ഇമ്പാക്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇമ്പാക്ട് വരുന്നത് മറ്റൊരു ന്യൂസ് ഉണ്ട്. 11:30 രാത്രി 11:30 FOMC-യുടെ ഒരു മീറ്റിംഗ് മിനിറ്റ്സ് വരുന്നുണ്ട്. അത് കാര്യമായിട്ട് ഇമ്പാക്ട് പ്രതീക്ഷിക്കുന്ന ഒരു ന്യൂസാണ്. നല്ല അത്യാവശ്യം സ്ട്രോങ് ആയ ഒരു ന്യൂസാണ്. ഗോൾഡിൽ നന്നായിട്ട് ബാധിക്കും. കാരണം USD റിലേറ്റഡ് ആയ ഒരു ന്യൂസാണ്. അപ്പോൾ എല്ലാവരും ആ സമയമാകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. രാത്രിയാണ്. ചിലപ്പോൾ അനുകൂലമായിട്ട് നിങ്ങൾ പൊസിഷൻ എടുക്കാതിരിക്കുന്ന സമയമായിരിക്കും. ചിലപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. മുന്നേ എങ്ങനെയാണ് ന്യൂസ് റിലേറ്റഡ് ആയ ട്രേഡിംഗ് നടത്തുന്നത് എന്നുള്ളത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കാണും. ഒപ്പം തന്നെ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കാനും ഫ്രീ സപ്പോർട്ട് കിട്ടാനും ഫ്രീ സിഗ്നൽസ് കിട്ടാനും നമ്മുടെ ട്രേഡ് റൂട്ടിന്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ട്രേഡ് എടുക്കുക.